ശബ്ദരേഖ വിവാദത്തിൽ ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിനെതിരെ കടുത്ത നടപടിയിലേക്ക് കടക്കാൻ CPM. പാർട്ടിയിൽ നിന്ന് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ മറ്റു ചുമതലകളിൽ നിന്നും നീക്കിയേക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്വത്തിൽ നിന്നും ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഒഴിവാക്കാൻ ഡിവൈഎഫ്ഐക്ക് നിർദ്ദേശം നൽകും. CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു ഉന്നയിച്ച വിഷയം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ചർച്ച ചെയ്യും. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുകയാണ്. സാനു, കടുത്ത നടപടി, വേട്ടയാടൽ അങ്ങനെ തന്നെ വേണം വ്യാഖ്യാനിക്കാൻ അല്ലേ? കാരണം കുറെ സത്യങ്ങൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞുപോയി. തീർച്ചയായിട്ടും ശ്യാം, അതായത് CPM-ന്റെ കപടമുഖം വലിച്ചു കീറിയ ഒരു നടപടിയായിരുന്നു ഈ ഒരു ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നതാണ് കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അഴിമതി. കരുവന്നൂരിന് ശേഷം നടത്തറയിലേക്ക് എത്തുമ്പോൾ അതിലേറെ അഴിമതി കഥകൾ നിബിൻ ശ്രീനിവാസൻ എന്ന ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗം തുറന്നു പറയുന്നു, വിളിച്ചു പറയുന്നു. ഇതെല്ലാം കൂടെ ഒരേപോലെ CPM-ന്റെ നെഞ്ചിലേക്ക് വന്ന് തറയ്ക്കുന്ന സാഹചര്യത്തിലാണ് ആ നിബിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം, അല്ലെ നിബിന്റെ തുറന്നു പറച്ചിലിന് ശേഷമാണ് ഈ ശരത് പ്രസാദിന്റെ ശബ്ദ സന്ദേശം പുറത്തു വരുന്നത്. നിബിനും ഒപ്പം തന്നെ ശരത് പ്രസാദും തമ്മിൽ ഫോണിൽ സംസാരിക്കുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നത്. ഇതിനുശേഷം തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ് ശരത്തിനെതിരെ കടുത്ത നടപടി പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന്. കഴിഞ്ഞ ദിവസം അഴീക്കോടൻ അനുസ്മരണത്തിന് വേണ്ടി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എത്തിയപ്പോഴും കടുത്ത നടപടി ഉണ്ടാവണം, അതായത് ഇനി ആരും ഇത്തരം പ്രവർത്തികൾ അല്ലെ ഇത്തരം പ്രവണതകൾ ഉണ്ടാവാൻ പാടില്ല, പാർട്ടി അംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് അല്ലെ ചുമതല വഹിക്കുന്നവരുടെ ഭാഗത്ത് നിന്ന് ഇത്തരം പ്രവണതകൾ ഉണ്ടാവാൻ പാടില്ല എന്ന് ജില്ലാ കമ്മിറ്റിക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ് ശരത്തിനെതിരെ കടുത്ത നടപടി ഉണ്ടാവും, ശരത്തിനെ പുറത്താക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തും. ഇപ്പൊ ഓർത്തു പോകുന്നത് സന്ദേശ സിനിമയിൽ അതേ ഡയലോഗ് തന്നെയാണ്. അവിടുന്ന് ഇതുവരെയും CPM-ന് ഒരു മോചനം ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഉൾപാർട്ടി ജനാധിപത്യമൊക്കെ ഞങ്ങൾ സമ്മതിക്കും എന്ന് കരുതി അങ്ങനെ എന്താ പറയുക ഓരോന്ന് വിളിച്ച് പറയണ്ട, അച്ചടക്കം ഞങ്ങൾ പഠിപ്പിക്കും. സമാന സാഹചര്യം തന്നെ ഇപ്പോൾ വർഷങ്ങൾക്ക് ഇപ്പോഴും നടക്കുകയാണ് CPM. തീർച്ചയായിട്ടും അതിനെ ആ ഒരു വാക്കുകളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ തന്നെ ആവണം CPM-ന്റെ ഇപ്പോഴത്തെ പ്രവർത്തികൾ തൃശ്ശൂരിൽ വെച്ച് നോക്കുമ്പോൾ. അതായത് ശ്യാം, ഇതിൽ പ്രത്യേകം നമ്മൾ കണക്കാക്കേണ്ട ഒരു കാര്യം, അതായത് CPM-ന്റെ മുൻ മന്ത്രിയും ഇപ്പോഴത്തെ MLA ആയിട്ടുള്ള AC മൊയ്തീനെയും അതേപോലെ തന്നെ CPM-ന്റെ മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെയും അതേപോലെ തന്നെ സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള MK കണ്ണനെ അടക്കം പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ശബ്ദരേഖയാണ്, അല്ലെ ഇവർ തമ്മിൽ സംസാരിക്കുന്ന ഫോൺ രേഖയാണ് പുറത്തു വന്നത്. അതിൽ പ്രധാനപ്പെട്ട ശരത്ത് പറയുന്ന ഒരു കാര്യം, കപ്പലണ്ടി വിറ്റ് നടന്നിരുന്ന, അതായത് വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് കപ്പലണ്ടി വിറ്റ് നടന്നിരുന്ന MK കണ്ണൻ കോടിപതിയായ തന്ത്രം അത് മറ്റൊരാൾക്കും അറിയില്ല. ആ തന്ത്രം എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടേ, നമ്മളെങ്കിലും മനസ്സിലാക്കിയിരിക്കേണ്ടേ എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് കപ്പലണ്ടി വിറ്റ് നടന്ന ആൾ കോടാനുകോടിയുടെ ആസ്തിയിലേക്ക് എത്തുന്നു. അതേപോലെ തന്നെ MM വർഗീസും അതേപോലെ AC മൊയ്തീൻ അടക്കം ടോപ്പ് ലെവൽ ഡീലുകൾ നടത്തുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അത് പാർട്ടിനെ തെല്ലൊന്നുമല്ല പ്രതിക്കൂട്ടിലാക്കിയതല്ല, തെല്ലൊന്നുമല്ല പ്രതിസന്ധിയിലാക്കിയതെന്ന് ഇപ്പോഴത്തെ നടപടികളിൽ നിന്ന് വ്യക്തമാണ്. നിബിൻ ശ്രീനിവാസനെ പാർട്ടിയിൽ നിന്നും തന്നെ പുറത്താക്കിയിരിക്കുകയാണ്. അതേപോലെ അതേ സമാന നിലയിലുള്ള നടപടി ശരത് പ്രസാദിനെതിരെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ നടപടി തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് CPM ജില്ലാ സെക്രട്ടറി ആദ്യം ശരത്തിനെ തള്ളിപ്പറയുന്നു, രണ്ടാമത് DYFI തള്ളിപ്പറയുന്നു. ഇന്നലെ ശരത് പ്രസാദിനെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തൃശൂർ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരുന്നു. അത് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തുന്നു. MV ഗോവിന്ദൻ തന്നെ പറഞ്ഞിരിക്കുന്നു ശരത്തിനെതിരെ കടുത്ത നടപടി വേണമെന്ന്. എന്തായാലും ശരത്തിന്റെ വഴിയും പാർട്ടിയിലെ പുറത്തേക്കാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശ്യാം, സാനു കെ സജീവാണ് വിശദമായ വിലയിരുത്തൽ നൽകിയത്.